ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. പ്രിയ ശ്രോതാക്കളെ, പഠിതാക്കളെ, ഇന്ന് ദർശനമാലയിലെ 4-ാം അധ്യായമായ മായാദർശനം ആരംഭിക്കുന്നു. മായാദർശനത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് എന്ന് പറയാൻ പോകുന്നത്. ശ്ലോകം: ന വിദ്യതേ യാ സാ മായാ വിദ്യാ വിദ്യാ പരാ പരാ തമപ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസതേ. ഒന്നുകൂടി: ന വിദ്യതേ യാ സാ മായാ വിദ്യാ വിദ്യാ പരാ പരാ തമപ്രധാനം പ്രകൃതിർ ബഹുധാ സൈവ ഭാസതേ. അന്വയം: യാ ന വിദ്യതേ സാ മായാ സ ഏവ വിദ്യാ അവിദ്യാ പരാ അപരാ തമഃ പ്രധാനം പ്രകൃതിഃ ഇതി ബഹുധാ ഭാസതേ. അർത്ഥം: യാതൊന്നാണോ ഇല്ലാത്തത് അതാണ് മായ. അത് തന്നെ വിദ്യയെന്നും അവിദ്യയെന്നും പരയെന്നും അപരായെന്നും തമസ് എന്നും പ്രകൃതിയെന്നും അനേക രൂപത്തിൽ പ്രകാശിക്കുന്നു. മായ എന്നാൽ ഇല്ലാത്തതാണ് എന്നും ആ ഇല്ലാത്ത മായ ഇവിടെ 7 രൂപങ്ങളിൽ പ്രകാശിക്കുന്നു എന്നും പറഞ്ഞിരിക്കുന്നു. ഇല്ലാത്ത വസ്തു എങ്ങനെ പ്രകാശിക്കും എന്ന് സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകാം. സ്വപ്നം കണ്ട് അനുഭവിക്കുന്നവരല്ലേ നമ്മൾ. സ്വപ്നം ഇല്ലാത്ത കാഴ്ചയാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെയാണ് മായയുടെ പ്രകടനവും. മേൽപ്പറയപ്പെട്ട മായയുടെ 7 രൂപങ്ങളെയും തുടർന്നുള്ള ശ്ലോകങ്ങളിൽ വിശദീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ കാര്യം കൂടുതൽ വ്യക്തമാകുന്നതുമാണ്. ഇതിനു മുമ്പ് നാം ചർച്ച ചെയ്ത 3 അധ്യായങ്ങളിൽ പറയപ്പെട്ട കാര്യം തന്നെയാണ് ഇവിടെയും ചർച്ചയ്ക്ക് വിഷയം. അതായത്, 1-ാം അധ്യായത്തിൽ ഈശ്വരൻ തൻ്റെ സങ്കല്പശക്തിയാൽ സ്വപ്നം പോലെ സൃഷ്ടിച്ചതാണ് ജഗത്ത്. അതിനെ തന്നെയാണ് 2-ാം അധ്യായത്തിൽ സൃഷ്ടി എന്ന സംഭവം ഉണ്ടായിട്ടില്ല എന്ന് സമർത്ഥിച്ചത്. സൃഷ്ടി നടന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്ന പ്രപഞ്ചം ആരും സൃഷ്ടിക്കാതെ തന്നെ പണ്ടേ ഉള്ളതാണ് എന്ന ഒരവസ്ഥയിലായി. അത് പ്രപഞ്ചം സത്യമാണ് എന്ന വിശ്വാസത്തിന് ബലം നൽകുന്നതായി ഭവിക്കാൻ ഇടയുണ്ട്. മനുഷ്യൻ്റെ സർവ്വവിധ പ്രശ്നങ്ങൾക്കും കാരണം ലോകത്തോടുള്ള മനസ്സിൻ്റെ ഒട്ടലാണ്. അത് മാറണമെങ്കിൽ ലൗകിക വിഷയങ്ങളുടെ നിസ്സാരതയും അർത്ഥഹീനതയും മനുഷ്യന് ബോധ്യമാകണം. അതിനുള്ള മാർഗം പ്രപഞ്ചം എന്താണ്, പ്രപഞ്ചത്തെ കാണുന്ന താൻ ആരാണ് എന്ന അറിവ് ഉണ്ടാക്കിക്കൊടുക്കുകയാണ്. അതാണ് താൻ നിത്യസത്യമായ ആത്മാവാണ് എന്നും ഈ പ്രപഞ്ചം മനസ്സും ഇന്ദ്രിയങ്ങളും ചേർന്ന് ഉണ്ടാക്കിയ മിഥ്യാരൂപമാണ് എന്നും ഉള്ള അറിവിലേക്ക് എത്തുമ്പോൾ വിഷയജന്യമായ, അതായത് ലോകവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ താനേ ഇല്ലാതാകും. അങ്ങനെ സമാധാനം കൈവരും. ഈ അർത്ഥത്തിലാണ് 3-ാം അധ്യായമായ അസത്യദർശനത്തിൽ പ്രപഞ്ചത്തെ നിരാകരിച്ചത്. ഇത് വെറും സങ്കല്പകൽപ്പിതവും മിഥ്യയും ആണ് എന്ന് 3-ാം അധ്യായത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അവിടെ മിഥ്യയായ വസ്തു സത്യം പോലെ പ്രകാശിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ 4-ാം അധ്യായമായ ഈ മായാദർശനത്തിൽ മിഥ്യ എങ്ങനെയാണ് സത്യമായി പ്രകാശിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഇതിന് മുൻപുള്ള അധ്യായങ്ങളിൽ പല ശ്ലോകങ്ങളിലൂടെയും വ്യാഖ്യാനങ്ങളിൽ, അങ്ങനെയുള്ള ശ്ലോകങ്ങളിലെ വ്യാഖ്യാനങ്ങളിൽ
മായയെപ്പറ്റിയുള്ള പരാമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലാത്ത വസ്തുവിനെ ഉള്ളതാക്കി കാണിക്കുക, ഉള്ള വസ്തുവിനെ അതിൻ്റേതല്ലാത്ത രൂപത്തിൽ പ്രകടമാക്കുക, യഥാർത്ഥ വസ്തുവിനെ അതല്ല മറ്റു വല്ലതുമാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നിങ്ങനെ പല വിധത്തിലാണ് മായയുടെ പ്രവർത്തനം. ഈ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് മായയെ 7 വിഭിന്ന ഭാഗങ്ങളായി ഇവിടെ വിഭജിച്ചിരിക്കുന്നത്. ഏത് രീതിയിലായാലും മനസ്സിൽ പ്രപഞ്ചബോധം ഉണ്ടാക്കി നിലനിർത്തുകയാണ് മായയുടെ ലക്ഷ്യം. അതുകൊണ്ട് മായയെ അറിയാതെ പ്രപഞ്ചബോധത്തിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് ആത്മോന്മുഖമാക്കാൻ സാധിക്കുകയില്ല. മായാദർശനം എന്ന ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഏകവും നിത്യവും സത്യവും രൂപരഹിതവുമായ ബ്രഹ്മത്തെ അനേക നാമരൂപങ്ങളോട് കൂടിയതും സദാ ചഞ്ചലവും ജനനമരണാദികളോട് കൂടിയതും ആയ പ്രപഞ്ചമാക്കി കാണുന്നത് മായയുടെ പ്രവർത്തനം ആണ്. എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ മായ ബാധിച്ചിരിക്കുന്നു. ബ്രഹ്മത്തെ മായ ബാധിച്ച് ഈ രൂപത്തിലാക്കി കാണിച്ചതാണ് എന്ന് തോന്നാനിടയുണ്ട്. അത് തെറ്റാണ്. അങ്ങനെ വന്നാൽ ബ്രഹ്മവും ബ്രഹ്മത്തിന് നാമരൂപങ്ങൾ കൊടുത്ത് പ്രപഞ്ചമാക്കി ഇങ്ങനെ ഉള്ള പ്രപഞ്ചമാക്കിയതും ഇങ്ങനെയുള്ള പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും ഇങ്ങനെ 3 കാര്യങ്ങൾ ഉള്ളതായി വരും. മാത്രവുമല്ല, മായ ബാധിച്ചത് എന്നെയല്ല ബ്രഹ്മത്തെയാണ് എന്നും അർത്ഥമാകും. ഈ സങ്കല്പം തികച്ചും തെറ്റാണ്. മായ എന്നത് തെറ്റായ കാഴ്ചയാണ്, തെറ്റിദ്ധാരണയാണ് എന്നെല്ലാം മുൻപ് പറഞ്ഞിട്ടുള്ളതാണല്ലോ. തെറ്റായ കാഴ്ചയും തെറ്റിദ്ധാരണയും കാണുന്നയാളിൽ, അതായത് കാഴ്ചക്കാരനിൽ ആണ് ഉണ്ടാകുന്നത്. അതായത് കാഴ്ചക്കാരനെയാണ് മായ ബാധിച്ചിരിക്കുന്നത്. അതിനാൽ ഞാൻ കാണുന്ന കാഴ്ചയാണ് മായ. ഈ കാഴ്ച എൻ്റെ സങ്കല്പത്തിൽ നിന്നുണ്ടായത് ആകയാലാണ് മായ കാഴ്ചക്കാരനായ എന്നെയാണ് ബാധിച്ചിരിക്കുന്നത് എന്ന് പറയാൻ കാരണം. മായ സങ്കല്പജന്യമായതിനാലാണ് ന വിദ്യതേ യാസാ മായ, ഇല്ലാത്തതാണ് മായ എന്ന് പറയാൻ കാരണം. അങ്ങനെയുള്ള ഇല്ലാത്ത മായ ഉണ്ടാക്കിയതാണ് ഈ പ്രപഞ്ച ദൃശ്യം എങ്കിൽ പ്രപഞ്ചവും ഇല്ലാത്തതാണ്. എന്നാൽ ഞാനുണ്ട്, എൻ്റെ സങ്കല്പവും ഉണ്ട് എന്ന അവസ്ഥയിൽ ലോകവും ഉണ്ട്. അതായത് ഉണ്ടെന്നും ഇല്ലെന്നും ഉള്ള അവസ്ഥയോട് കൂടിയതാണ് മായ എന്നും പറയാം. ഗുരുദേവൻ ജനനീ നവരത്ന മഞ്ജരിയിൽ ഇല്ലാതെ മായയിടും ഉല്ലാസമൊന്നും അറിവല്ലാതെയില്ല അനിലനും കല്ലാഴിയും കനലുവൽ വല്ലാതെ ശൂന്യമതുമെല്ലാം ഒരാദി അറിവാം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ കാണുന്നതൊക്കെ ഇല്ലാത്തതായ മായ ഉണ്ടാക്കുന്ന ഉല്ലാസമാണ് എന്നാൽ ഇതും അറിവ് തന്നെയാണ് എന്നും ഇതിനെ നിർവചിക്കുക, ഇത് അറിവ് തന്നെയാണ് എന്നും ഇതിനെ നിർവചിച്ചിരിക്കുന്നു. ഭൂമി മുതലായ പഞ്ചഭൂതങ്ങളും ഒരാദി അറിവാണ്, ബ്രഹ്മം തന്നെയാണ് എന്നും പറയുന്നു. ഇങ്ങനെയുള്ള ഇല്ലെന്നും ഉണ്ടെന്നും ഉള്ള അവസ്ഥയെയാണ് അനിർവചനീയം അഥവാ എന്താണ് എന്ന് നിർവചിക്കാൻ പ്രയാസമുള്ളത് എന്ന് പറയുന്നത്. സാക്ഷാൽ പരബ്രഹ്മസ്വരൂപമായ ആത്മാവിനെ മായയാൽ ആവരണം ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായതാണ് ദേഹാദികളായ സർവ്വതും. ഞാൻ ദേഹമാണ് എന്ന വിചാരത്തിൽ നിന്ന് എനിക്ക് ജനനമരണങ്ങളുണ്ടായി എന്നും
അതോടെ എന്നെ ജനിപ്പിച്ചതായ മാതാപിതാക്കൾ, പിന്നീട് സഹോദരങ്ങൾ, കുടുംബക്കാർ, ഇങ്ങനെയുള്ള ബന്ധുക്കളും ദേഹത്തിൻ്റെ അവസ്ഥകളെ അടിസ്ഥാനപ്പെടുത്തി ഞാൻ ശിശുവായിരുന്നു, പിന്നെ കൗമാരപ്രായക്കാരനായി, പിന്നെ യുവാവായി, ഇപ്പോൾ വൃദ്ധനായി, ഇനി മരണമുണ്ടാകും എന്നിങ്ങനെയുള്ള ചിന്തകളും ദേഹത്തിൻ്റെ രൂപത്തെ അടിസ്ഥാനമാക്കി സ്ത്രീ, പുരുഷൻ, സുന്ദരൻ, കുരൂപൻ, രോഗി, ദുർബലൻ, ബലവാൻ എന്നിങ്ങനെ പലവിധ ധാരണകളും സമൂഹവുമായി ബന്ധപ്പെടുത്തി ഇന്ന ജാതിക്കാരൻ, ഇന്ന മതക്കാരൻ, ഇന്ന വിശ്വാസക്കാരൻ, ഇന്ന തൊഴിൽ ചെയ്യുന്നവൻ തുടങ്ങിയ അവസ്ഥകളും പേരുകളും എല്ലാം തൻ്റേതാക്കി ചില ഉയർച്ചത്താഴ്ചകളും ചിലതിൽ അഭിമാനവും ചിലതിൽ അപമാനവും എല്ലാം അനുഭവിച്ചും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാക്കുന്ന കാഴ്ചകളും അനുഭവങ്ങളും സത്യമാണ് എന്ന് കരുതി രാഗദ്വേഷാദി വികാരങ്ങൾക്ക് വശപ്പെട്ട് കർമ്മബദ്ധനായി നാനാവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവനായി സംസാര ദുഃഖം അനുഭവിക്കുന്നു. സുഖമെന്ന മരീചയ്ക്ക് പിന്നാലെ പായുന്നു. ഇതെല്ലാം മായ ഉണ്ടാക്കിയ മിഥ്യയാണ്. ഞാൻ ശരീരമല്ല, ആത്മാവാണ്. അതിനാൽ ജനിച്ചിട്ടുമില്ല, ഒരു കർമ്മവും ചെയ്തിട്ടുമില്ല, നടന്നതെല്ലാം വെറും സ്വപ്നമായിരുന്നു എന്ന അറിവിനെയാണ് മോക്ഷം അഥവാ നിർവാണം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഗുരുദേവൻ രചിച്ച നിർവൃതി പഞ്ചകം എന്ന കൃതിയിലെ 1-2 ശ്ലോകങ്ങൾ നോക്കാം. കോ നാമ ദേശക്കാജാതി പ്രവൃത്തിക്കാകിയദ്വയ ഇത്യാദി വാദോപരതിർ യസ്യ തസ്യൈവ നിർവൃതി. ആഗച്ഛ ഗച്ഛമാഗച്ഛ പ്രവിശക്കുനു ഗച്ഛസി ഇത്യാദി വാദോപരതിർ യസ്യ തസ്യൈവ നിർവൃതി. അർത്ഥം: പേരെന്താണ്, നാടേതാണ്, ജാതി ഏതാണ്, ജോലി എന്താണ്, വയസ്സെന്തായി, വരൂ, പൊയ്ക്കൊള്ളൂ, പോകല്ലേ, വന്നാലും, എവിടെ പോകുന്നു, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇല്ലാത്ത അവസ്ഥ ആർക്കാണോ അയാൾ നിർവാണസ്ഥനാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. മുൻപ് പറഞ്ഞ മായയുടെ ആവരണമായ ദേഹാദികളിൽ പോയവനാണ് പേരും നാടും ജാതിയും തൊഴിലും പ്രായവും എല്ലാം ഉണ്ടാകുന്നത്. ആത്മാനുഭൂതിയിൽ എത്തിയാൽ ദേഹാദികളെ പറ്റിയുള്ള വിചാരമോ ദേഹവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളോ അവസ്ഥകളോ സ്മരണയിൽ നിന്നും ഉണ്ടാവുകയില്ല. ആത്മാനന്ദമല്ലാതെ മറ്റൊരനുഭൂതിയും ഉണ്ടാവുകയില്ല. സർവം നിറഞ്ഞ പരമാത്മാവിന് ചലനമില്ല. ഇല്ലാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിലല്ലേ അവിടേക്ക് പോകാനോ വരാനോ പറ്റുകയുള്ളൂ. അതിനാൽ വരൂ, പോകൂ എന്നും മറ്റുമുള്ള വാക്കുകൾ ആത്മാനുഭൂതിയിൽ ഇരിക്കുന്നയാളിൽ നിന്ന് ഉണ്ടാവുകയില്ല. മായ ഉണ്ടാക്കുന്ന മോഹവലയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നാം എല്ലാം. അതിനാൽ മായയെ അറിയുകയും അതിൽ നിന്ന് മോചനം നേടാനുള്ള വഴി തേടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. തുടർന്നുള്ള ശ്ലോകങ്ങളിൽ മായയുടെ എല്ലാ പ്രവൃത്തികളും ഗുരുദേവൻ നമുക്ക് വ്യക്തമാക്കി തരുന്നതാണ്. ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നമസ്കാരം.